എസ്ക്യൂസ് 2025 പഠനഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 13 ചോദ്യോത്തരങ്ങൾ ഭാഗം 1. ചോദ്യം 1. ആരുടെ ജനനത്തെക്കുറിച്ചാണ് 13-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം സാംസൺ. ചോദ്യം 2. ആര് വീണ്ടും തിന്മ ചെയ്തു എന്നാണ് 1-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ഇസ്രായേൽ ജനം. ചോദ്യം 3. ഇസ്രായേൽ ജനം വീണ്ടും പാപം ചെയ്തത് ആരുടെ മുൻപിൽ? ഉത്തരം കർത്താവിന്റെ മുൻപിൽ. ചോദ്യം 4. തന്റെ മുൻപിൽ വീണ്ടും തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ കർത്താവ് ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? ഉത്തരം ഫിലിസ്ത്യരുടെ. ചോദ്യം 5. തന്റെ മുൻപിൽ വീണ്ടും തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ കർത്താവ് എത്ര വർഷമാണ് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? ഉത്തരം 40 വർഷത്തേക്ക്. ചോദ്യം 6. 2-ാം വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം മനോവ. ചോദ്യം 7. മനോവയുടെ ഗോത്രം ഏത്? ഉത്തരം ദാൻ. ചോദ്യം 8. മനോവ വസിച്ചിരുന്ന ദേശം ഏത്? ഉത്തരം സോറ. ചോദ്യം 9. വന്ധ്യയായിരുന്നു എന്ന് 2-ാം വാക്യത്തിൽ പറയുന്നത് ആരെക്കുറിച്ച്? ഉത്തരം മനോവയുടെ ഭാര്യ. ചോദ്യം 10. ആർക്ക് മക്കളില്ലായിരുന്നു എന്നാണ് 2-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം മനോവയുടെ ഭാര്യ. ചോദ്യം 11. ആരാണ് മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം കർത്താവിന്റെ ദൂതൻ. ചോദ്യം 12. നീ ഗർഭം ധരിച്ച് ആരെ പ്രസവിക്കും എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം ഒരു പുത്രനെ. ചോദ്യം 13. കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് എന്ത്? ഉത്തരം നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ചോദ്യം 14. നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം സൂക്ഷിക്കണം. ചോദ്യം 15. എങ്ങനെയുള്ള പാനീയങ്ങൾ കുടിക്കരുത് എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം വീര്യമുള്ള പാനീയങ്ങൾ. ചോദ്യം 16. എന്തെല്ലാം കുടിക്കരുത് എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ. ചോദ്യം 17. എന്ത് ഭക്ഷിക്കുകയും അരുത് എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം അശുദ്ധമായതൊന്നും. ചോദ്യം 18. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് എത്ര പ്രാവശ്യം കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നുണ്ട്? ഉത്തരം 2. ചോദ്യം 19. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന്റെ തലയിൽ എന്ത് തൊടരുത് എന്നാണ് മനോവയുടെ ഭാര്യയോട് പറയുന്നത്? ഉത്തരം ക്ഷൗരക്കത്തി. ചോദ്യം 20. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഏത് വ്രതക്കാരനായിരിക്കും എന്നാണ് മനോവയുടെ ഭാര്യയോട് പറയുന്നത്? ഉത്തരം നാസിർ. ചോദ്യം 21. എപ്പോൾ മുതൽ അവൻ നാസിർ വ്രതക്കാരനായിരിക്കും എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നത്? ഉത്തരം ജനനം മുതൽ. ചോദ്യം 22. പുത്രൻ ജനനം മുതൽ ആർക്ക് നാസിർ വ്രതക്കാരനായിരിക്കും എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നത്? ഉത്തരം ദൈവത്തിന്. ചോദ്യം 23. പുത്രൻ ആരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നത്? ഉത്തരം ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന്. ചോദ്യം 24. പുത്രൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ആരെ വിടുവിക്കാൻ ആരംഭിക്കും എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നത്? ഉത്തരം ഇസ്രായേലിനെ. ചോദ്യം 25. ആര് എന്റെ അടുത്ത് വന്നു എന്നാണ് മനോവയുടെ ഭാര്യ അവനോട് പറഞ്ഞത്? ഉത്തരം ഒരു ദൈവപുരുഷൻ. ചോദ്യം 26. തന്റെ അടുത്ത് വന്ന ദൈവപുരുഷന്റെ മുഖം എപ്രകാരമുള്ളതായിരുന്നു എന്നാണ് മനോവയുടെ ഭാര്യ അവനോട് പറയുന്നത്? ഉത്തരം
ദേവദൂതന്റേതുപോലെ. ചോദ്യം 27. ദേവദൂതന്റെ മുഖത്തിന് മനോവയുടെ ഭാര്യ നൽകുന്ന വിശേഷണമെന്ത്? ഉത്തരം പേടിപ്പെടുത്തുന്നത്. ചോദ്യം 28. തന്റെ അടുത്ത് വന്ന ദൈവപുരുഷനോട് താൻ എന്തു ചോദിച്ചില്ല എന്നാണ് മനോവയുടെ ഭാര്യ അവനോട് പറയുന്നത്? ഉത്തരം എവിടെ നിന്ന് വരുന്നുവെന്ന്. ചോദ്യം 29. തന്റെ അടുത്ത് വന്ന ദൈവപുരുഷൻ എന്തു പറഞ്ഞില്ല എന്നാണ് മനോവയുടെ ഭാര്യ അവനോട് പറയുന്നത്? ഉത്തരം പേര്. ചോദ്യം 30. ആരെ ഞങ്ങളുടെ അടുക്കലേക്ക് വീണ്ടും അയക്കണമേ എന്നാണ് മനോവ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം കർത്താവ് അയച്ച ദൈവപുരുഷൻ. ചോദ്യം 31. അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വരട്ടെ എന്ന് മനോവ പ്രാർത്ഥിച്ചത് ആരോട്? ഉത്തരം കർത്താവിനോട്. ചോദ്യം 32. കർത്താവെ, അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ആർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞങ്ങളോട് അറിയിക്കണമേ എന്നാണ് മനോവ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി. ചോദ്യം 33. ആരുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് 9-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം മനോവയുടെ. ചോദ്യം 34. വീണ്ടും സ്ത്രീയുടെ അടുത്ത് ആര് വന്നു എന്നാണ് 9-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ദൈവദൂതൻ. ചോദ്യം 35. എവിടെ ആയിരിക്കുമ്പോഴാണ് ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നത്? ഉത്തരം വയലിൽ ആയിരിക്കുമ്പോൾ. ചോദ്യം 36. ദൈവദൂതൻ വീണ്ടും വന്നപ്പോൾ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ആരെക്കുറിച്ച്? ഉത്തരം ഭർത്താവായ മനോവ. ചോദ്യം 37. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും വന്ന കാര്യം സ്ത്രീ അറിയിക്കുന്നത് ആരെ? ഉത്തരം ഭർത്താവിനെ. ചോദ്യം 38. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും വന്ന കാര്യം സ്ത്രീ എപ്രകാരമാണ് കർത്താവിനെ അറിയിച്ചത്? ഉത്തരം പെട്ടെന്ന് ഓടിച്ചെന്ന്. ചോദ്യം 39. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ സ്ത്രീയുടെ അടുത്ത് വീണ്ടും വന്നപ്പോൾ അവൾ ഭർത്താവിനെ അറിയിച്ചത് എന്ത്? ഉത്തരം എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ചോദ്യം 40. ആര് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട സ്ത്രീ മനോവയോട് പറഞ്ഞത്? ഉത്തരം എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: എന്ത് ഭക്ഷിക്കുകയും അരുത് എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. നന്ദി.